കോതമംഗലം നിയോജക മണ്ഡലം എന്ന് പറയുന്നത് 9 ലോക്കൽ ബോഡി ചേർന്നാണ് കോതമംഗലം മുനിസിപ്പാലിറ്റിയും ബാക്കി 8 പഞ്ചായത്തുകളുമാണ് കോതമംഗലത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ വോട്ട് ഷെയർ നോക്കി കഴിഞ്ഞാൽ വീണ്ടും ഇതിപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ അടുത്ത് ചെയ്ത എറണാകുളം ജില്ലയിലെ ആലുവയാണെങ്കിൽ അങ്കമാലി ഇതെല്ലാം അത് കഴിഞ്ഞ് കോതമംഗലം വരുമ്പോഴത്തെ കളമശ്ശേരി കോതമംഗലം എല്ലാം വരുമ്പോഴും ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ UDF വലിയൊരു വോട്ട് ഷെയർ എറണാകുളം ജില്ലയിൽ പൊതുവെ എടുത്തിട്ടുണ്ട്. എറണാകുളത്ത് UDFന്റെ ടോട്ടൽ വോട്ട് ലോക്കൽ ബോഡിയിൽ എന്ന് വെച്ചാൽ 62,000 വോട്ടുണ്ട്, 45% നേടിയിട്ടുണ്ട്. LDF 40,000 വോട്ട് 28.7, 1/3 വോട്ട് പോലും ഇല്ല. സ്വതന്ത്രരുണ്ട് 28,000, പിന്നെ BJPക്ക് ഒരു 10,000 താഴെ 6% വോട്ടേ ഉള്ളൂ. തീരെ പ്രസൻസ് ഇല്ലാത്തൊരു ഏരിയയാണ് ഈ കോതമംഗലം. UDFന് അവിടെ 107 മെമ്പേഴ്സ് ഉള്ളപ്പോൾ LDFന് വെറും 30 പേരേ ഉള്ളൂ. 1/3 പേരേ ഉള്ളൂ LDF മെമ്പേഴ്സ്. സ്വതന്ത്രമായിട്ട് 22 പേരും NDA 6 പേരും ഉണ്ട്. ഇപ്പൊ നമുക്ക് എന്തായാലും കോതമംഗലത്തെ പഴയ ഹിസ്റ്ററിയും ഇപ്പോൾ ഉള്ള മത്സരാർത്ഥികളെ നോക്കാം. 2011 കേരള ഹൗസ് മാണി ജയിച്ചതാണ് കുരുവിള CPM. അത് കഴിഞ്ഞിട്ട് CPM അത് ആന്റണി ജോൺ LDF നേടി 2016. 2021 ആന്റണി ജോൺ നിലനിർത്തിയിരിക്കുകയാണ് CPMന്റെ. ഇത് 2026 ഇപ്പോഴാണ് CPM ആന്റണി ജോൺ തന്നെയാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ 7,000 വോട്ടിനാണ് ജയിച്ചത്. അപ്പം വോട്ട് മാർജിൻ കുറഞ്ഞു. അപ്പോൾ എന്തായാലും ഇത്തവണ സെയിം ആണ് തന്നെയാണ് കാൻഡിഡേറ്റ്. മറ്റേ UDFന്റേത് ഷിവു തെക്കുംപുറം ആണ്. BDJസിനാണ് BJP അവിടെ സീറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പം എന്തായാലും അത് നോക്കുകയാണെങ്കിൽ UDF ഇത്തവണ ജയിക്കുമെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ട്. കാരണം CPMനെതിരെ ഒരു ഭരണവിരുദ്ധതയുണ്ട്. അതേപോലെ തന്നെ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് ഇത്രയും അധികം കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് കോതമംഗലത്ത് UDF കോതമംഗലം പിടിച്ചെടുക്കുമെന്നാണ് എൻ്റെ അനാലിസിസ്.